നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മതാടിസ്ഥാനത്തിലുള്ള സംവരണം അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സഹീറാബാദിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു പരാമർശം. പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെ കവർന്നെടുക്കുന്ന അവകാശങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. മോദി ജീവനോടെ ഉണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല, അദ്ദേഹം വ്യക്തമാക്കി. ഈ കോൺഗ്രസ് ജമാഅത്ത് കേൾക്കണം. മോദി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ഉണ്ടാകില്ല. SC, ST, OBC എന്നിവർക്കുള്ള സംവരണം ഭരണഘടന നൽകിയിട്ടുണ്ട്. അവരെ ആർക്കും എടുത്തു കളയാൻ കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺഗ്രസ് അധികാരത്തിലിരിക്കെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രാഥമിക അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വീഡിയോ പുറത്തുവന്നത്. ഇത് മൻമോഹൻ സിംഗിന്റെ അഭിപ്രായമല്ല, മറിച്ച് അന്നത്തെ കോൺഗ്രസിന്റെ തന്നെ അഭിപ്രായമാണെന്ന് വ്യക്തമായിരുന്നു. ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി രംഗത്ത് വന്നിരുന്നു. മോദി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സമാനമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകില്ലെന്ന് പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇന്ന് കോൺഗ്രസിന്റെ രാജകുമാരനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയും വെല്ലുവിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകില്ലെന്നും ഭരണഘടനയുമായി കളിക്കില്ലെന്നും പ്രഖ്യാപിക്കൂ. അവർ അങ്ങനെ പ്രഖ്യാപിക്കില്ല, എനിക്കറിയാം, അദ്ദേഹം പറഞ്ഞു. BJP ഉള്ളിടത്തോളം കാലം സംവരണങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി മോദി ഊന്നി പറഞ്ഞു. BJP 400 സീറ്റ് നേടി അധികാരത്തിൽ വന്നാൽ ഭരണഘടന തിരുത്തുമെന്നും സംവരണം നിർത്തലാക്കുമെന്നും എന്ന തരത്തിലുള്ള ദുഷ്പ്രചാരങ്ങളെയും അതിശക്തമായ രീതിയിൽ മോദി മറുപടി നൽകി. അവർ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത്. 400 സീറ്റ് ലഭിച്ചാൽ ഭരണഘടന തിരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് അത് ഈ കഴിഞ്ഞ 2 തവണ NDA അധികാരത്തിൽ ഉള്ളപ്പോൾ തന്നെ ആകാമായിരുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം അഥവാ NDAക്ക് ഇപ്പോൾ തന്നെ 360 സീറ്റുകളുണ്ട്. കൂടാതെ ഞങ്ങളുടെ സഖ്യത്തിൽ പ്രത്യക്ഷത്തിൽ ഇല്ലാത്ത BJD, YSRCP തുടങ്ങി പാർട്ടികൾ ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ്. അതായത് മോദിക്ക് പാർലമെന്റിൽ 400 പേരുടെ അംഗബലം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഞങ്ങൾ സംവരണം പിൻവലിച്ചിട്ടില്ല, പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.